ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ എങ്ങനെയാ ജപമാല ചൊല്ലാൻ തുടങ്ങിയത്, ഞാൻ ഏതു വയസ്സിലായത് എന്റെ ശക്തി അറിഞ്ഞെന്ന് പറയാൻ പോവാ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 2 വിഷയങ്ങൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. 2 വിഷയങ്ങൾ. നിങ്ങൾ എന്നാ പ്രതികരിക്കാത്ത? കണ്ണെടുത്താൽ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. എനിക്ക് 2 വിഷയങ്ങൾ ഇഷ്ടമേ അല്ല, അത് പഠിപ്പിക്കുന്നവരെ പോലും ഇഷ്ടമല്ലായിരുന്നു. ആ വിഷയമാണ് ഇംഗ്ലീഷും കണക്കും. പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. 1. 2, എന്നെ കണ്ട് ഒരു കുഞ്ഞുങ്ങളും പഠിച്ചേക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാ. ഒരു കുഞ്ഞുങ്ങളും എന്നെ കണ്ട് പഠിച്ചേക്കരുത്. എന്നിലും ദുർമാതൃക ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1ാം ക്ലാസ് തൊട്ട് 9ാം 10ാം ക്ലാസ് വരെ ഈ 2 വിഷയങ്ങൾക്കും ഒരിക്കലും ജയിച്ചിരുന്നില്ല. അതിന് 2 അക്ക മാർക്കും കിട്ടിയിരുന്നില്ല. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ എല്ലാത്തിനും ഞാൻ തോൽക്കാറാണുള്ളത്. എല്ലാ സ്കൂളിൽ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു, ഇതിന്റെ ഉത്തരക്കടലാസിൽ ഒപ്പിടേണ്ടത് മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കണം. ഞാൻ എല്ലാ പേപ്പറും മാതാപിതാക്കളെ കൊണ്ട് തന്നെയാണ് ഒപ്പിടിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇംഗ്ലീഷും കണക്കും എന്ന വിഷയത്തിൽ ഞാൻ തന്നെയായിരുന്നു ഒപ്പിടുന്ന കാര്യത്തിൽ. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞാൻ തന്നെയായിരുന്നു. അത് ഞാൻ തന്നെയാണ് ഒപ്പിട്ട് കൊടുക്കാറ്. 10ാം ക്ലാസ് വരെ ദൈവത്തിന്റെ കൃപ കൊണ്ടും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണം കൊണ്ടും ഞാൻ തോറ്റെങ്കിലും ജയിച്ച് ഞാൻ പോന്നു. 10ാം ക്ലാസ്സിൽ കയറിയപ്പോഴാണ് എന്റെ ഭാഗ്യമില്ലായ്മ കൊണ്ട് ഇംഗ്ലീഷ് എന്ന വിഷയം പ്രസവിച്ചു. കണക്ക് പ്രസവിച്ചിട്ടേ ഇല്ല. ഇംഗ്ലീഷ് പ്രസവിച്ചപ്പോൾ ഉണ്ടായതാണ് ഇംഗ്ലീഷ് സെക്കൻഡ്. 1ാമത് ഇംഗ്ലീഷ് വയ്യാതിരിക്കുമ്പോഴാണ് അതിനൊരു കുഞ്ഞുണ്ടാകുന്നത്. അതോടുകൂടി എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. അങ്ങനെ ഓണപരീക്ഷയ്ക്ക് തോറ്റു, ക്രിസ്മസ് പരീക്ഷയ്ക്കും തോറ്റു. അതൊക്കെ ഒപ്പിട്ട് ഞാൻ ന്യൂട്രൽ കൈകാര്യം ചെയ്തു. മോഡൽ പരീക്ഷയായി. ആ സമയത്താണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത്, ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി മോഡൽ പരീക്ഷ വരാൻ പോവുകയാണ്. മോഡൽ പരീക്ഷ ഇടുമ്പോൾ പേപ്പർ ഉടനെ തന്നെ നോട്ട് വാല്യുവേഷൻ ചെയ്യുകയും വീട്ടിൽ നിന്ന് ആരെയെങ്കിലും സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് ആ പേപ്പർ ഒപ്പിടുകയും വേണം. അപ്പോൾ തൊട്ട് ഞാൻ തോക്കും എന്നുള്ളതിനല്ല എന്റെ പേടി, വീട്ടിൽ നിന്ന് ഇപ്പൊ ആരെ കൊണ്ടുവരും, ഒപ്പിടാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവരണമല്ലോ. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പരീക്ഷ എഴുതി. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ തോറ്റു. മോഡൽ പരീക്ഷയ്ക്ക് 2നും തോറ്റു. ഞാൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ വളരെയേറെ തന്ത്രപൂർവ്വം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടി സഹായിച്ച് സ്കൂളിൽ ഒപ്പിടാൻ വേണ്ടി 9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. ഞാനും അമ്മയും 9:40 സ്കൂളിന്റെ വരാന്തയിലെത്തി. ഞാനാണ് ആദ്യം ഒപ്പിടാൻ വേണ്ടി ആ സ്കൂളിൽ വന്നത്. 2 മണി വരെ ഒപ്പിടാനുള്ള സമയമാണ് അന്ന്. അങ്ങനെ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഞാൻ ആ വരാന്തയിൽ നിൽക്കുന്നു. സ്റ്റാഫ് റൂമൊക്കെ തുറന്നിരിക്കുന്നു. അധ്യാപകർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടുക്കിപ്പെറുക്കി ഒപ്പിടാൻ വേണ്ടി 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പിടലാണെന്ന്. ഞാൻ ഈ വരാന്തയിൽ ഇങ്ങനെ 9:45 തൊട്ട് ഇങ്ങനെ നിൽക്കില്ല. എൻ്റെ അമ്മയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരച്ചിരി ദൂരോട്ട് നടന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. മറ്റു കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മേനെ ഒപ്പിടിച്ച് ഈ പ്രശ്നം തീർക്കണം. എന്നോട് എന്തെങ്കിലും ഒരു ചീത്ത വർത്താനം അധ്യാപകർ പറഞ്ഞാൽ മറ്റു കുട്ടികൾ കേൾക്കരുത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആരും കേൾക്കാതെ ഒപ്പിട്ട് പോകണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി 10-15 മിനിറ്റ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്നാ കാണാൻ പോവാന്ന് ചോദിച്ചു. എപ്പോഴും അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ. ലാസ്റ്റ് ഞാൻ പോയി നോക്കിയപ്പോൾ 2 കുട്ടികളുടെ മാതാപിതാക്കൾ താഴെ നിന്ന് ഇങ്ങനെ കയറി ഈ ഒപ്പിടാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ ആ ജനലിന്റെ സൈഡിൽ തന്നെ, ടീച്ചർമാർ എന്നെ കാണട്ടെ എന്ന അർത്ഥത്തിൽ ആ ജനലിന്റെ അവിടെ തന്നെ നിൽക്കുക. കാണുമ്പോൾ വിളിച്ച് ഒപ്പിടിച്ച് വിടുമല്ലോ. ഞാൻ അവിടെ നിന്നു. ടീച്ചർമാർ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവരും ഈ വരാന്തയിൽ കയറി വന്നു. അവർ നല്ല സന്തോഷത്തോടെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആ 2 കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെയാണ് വന്നിട്ടുള്ളത്. വന്നവർ കയറി 1 മിനിറ്റ് കഷ്ടി നിന്ന് കാണും. ആ ടീച്ചർ ഉടനെ, മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ, കയറി പോരാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ട്രാഫിക് പോലീസിന്റെ വേഷം ധരിക്കുകയും ഞാൻ അവിടെ എൻ്റെ അമ്മയെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. അവരെ 2 പേരെയും സ്റ്റാഫ് റൂമിലേക്ക് ഹോക്കോ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുക. ടീച്ചർമാരുടെ ഒരു 3-4 പേരുടെ മുഖം എനിക്കിങ്ങനെ കാണാം. ഈ പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ടീച്ചർമാർക്ക് ഒരു രോഗമുണ്ട്. എലി പൂണല് കണ്ട പോലെ ആയിരിക്കും, ഫുൾ ചിരിയായിരിക്കും. പഠിക്കാത്തവരെ കണ്ടാൽ OPC എല്ലുപോലിരിക്കും മുഖം. ഒരു ലുക്ക് ഉണ്ടാവത്തില്ല, ഒരു ഇഷ്ടക്കേടായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേരെ കണ്ട് ഈ ടീച്ചർമാരുടെ മുഖം എലി പൂണല് കണ്ട പോലെയാ. ഞാൻ ആ വരാന്തയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണം. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് പ്രവചനവരം തരട്ടെ എന്ന് ചോദിച്ചു. പ്രവചനവരം, ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് പ്രവചനവരം കിട്ടി. സ്കൂൾ വരാന്തയിൽ ഞാൻ പ്രവചിച്ചു. ഇങ്ങനെയാണ് ഞാൻ പ്രവചിച്ച്. ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരുടെ മുഖം ഒരു 10 മിനിറ്റിനുള്ളിൽ വാടും. 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഇതേ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരു വലിയ കട്ടിക്കുള്ള മലയാളം ടീച്ചർ നോക്കിയ പേപ്പർ മുഴുവൻ തപ്പി 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 എന്റെ പേപ്പർ എടുത്ത് ഇന്ത്യൻ പതാക വീശണത് പോലെ ഒരു വീശൽ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഞാൻ വിചാരിച്ചു ടീച്ചർ എന്തിനാണാവോ ഇങ്ങനെ വീശിയത്. എന്നിട്ട് ഉറക്കെ ഒരു പ്രഘോഷണം നടത്തി. ഇതിൽ മുഴുവൻ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ചുമന്ന മഷിപ്പേരെ വരയിട്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു. നല്ലൊരു മാനസികാവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഒപ്പിട്ട് ഇങ്ങനെ പോകുമ്പോ എന്റെ ശ്രദ്ധ എന്റെ ഉത്തരക്കടലാസിലല്ല. ഈ മുമ്പേ പോയ കുട്ടികളോട് ആ സാറുമാര് പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സാറുമാർ ആ കുട്ടികളുടെ മാതാപിതാക്കളോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ പ്രായം വരെ ഒറ്റ ഇന്ത്യയെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. അത് നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചാണ്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇതേതാ ഇന്ത്യ, വേറൊരു ഇന്ത്യ, ലേബർ ഇന്ത്യ. ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഒരധ്യാപകനും എന്നോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അതിൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ അമ്മ വീട്ടിലേക്ക് പോയി. സ്കൂളിൽ 2 മണി ചോറുണ്ട് കഴിഞ്ഞ ഉടനെ ഇതാ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ABCD 4 ഡിവിഷൻ മുഴുവൻ കലക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെ A ക്ലാസ്സിൽ കൊണ്ടുവന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളെ, ഒരു സെക്കൻഡ് ക്ലാസ് കിട്ടുന്നവരെ B, ജയിക്കാൻ സാധ്യതയുള്ളവരെ C, ഒരിക്കലും ജയിക്കാത്തവരെ D. നിങ്ങൾക്ക് പ്രവചനപരമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എവിടെ എത്തിക്കാണും? ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഞാൻ Bയിൽ നിന്ന് D ഡിവിഷനിലേക്ക് പോയി. ഒരിക്കലും ജയിക്കാത്ത 14 പേരാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ ക്ലാസ്സിൽ ചെന്നിരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് 10ാം ക്ലാസ്സിലെ D ഡിവിഷനിലാണെന്ന്. കാരണം ചോദ്യമില്ല, അടിയില്ല, ബഹളമില്ല, വഴക്കില്ല. ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പം പോകാം. ഇത് ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ D ഡിവിഷൻ ഇരിക്കേണ്ടതായിരുന്നു. ഞാൻ D ഡിവിഷനിൽ കണ്ടൊരു പ്രത്യേകത, അവിടെ എല്ലാവരും തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട്. ആരും തമ്മിൽ അസൂയില്ല. നിനക്ക് എത്ര മാർക്ക് കിട്ടും? എനിക്ക് കുറവേ കിട്ടുള്ളൂ. ഈ ടെൻഷൻ അവിടെ ഇല്ല. വളരെ നല്ല സ്നേഹവും കൂട്ടായ്മയുള്ള ഒരു 10-14 പേര്. ഞാനും വേറൊരുത്തരും മാത്രമേ ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ. ഞങ്ങളോട് എല്ലാവർക്കും കുറച്ചുകൂടെ സ്നേഹമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയ കാലം. വൈകുന്നേരം ഒന്നും ഞാൻ ജപമാല ചെല്ലുന്ന ആളെ അല്ലായിരുന്നു. എനിക്ക് ഈ പ്രാർത്ഥന അന്നത്തെ പ്രായത്തിൽ അറിയത്തുപോലും ഇല്ലായിരുന്നു. എനിക്കറിയാം ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയമും എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെന്നറിയാം. ജപമാല രഹസ്യങ്ങളോ ഒന്നും എനിക്കറിയാൻ പാടില്ല. കാരണം എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിക്കുന്നത് ആളായതുകൊണ്ട് സന്ധ്യയാകുമ്പോഴേ മദ്യപിച്ചു വന്നാൽ പിന്നെ കുടുംബ പ്രാർത്ഥനയില്ല. എല്ലാവരും 4 വഴി 4 സൈഡിൽ പോയിരിക്കും. പിന്നെ ചാച്ചനൊന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാവരും കൂടി 12 2 മണിയാകുമ്പോൾ വിറകുവരയിലോ അടുക്കളയിലോ വന്ന് കിടന്നുറങ്ങും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന സംഭവം തന്നെ ഓൾറെഡി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ലായിരുന്നു. എന്റെ ഓർമ്മ വെച്ച കാലം മുതലില്ല. പക്ഷെ എന്താവശ്യം വന്നാലും എന്റെ അമ്മ അവിടെ ഒരു മുറിയുടെ സൈഡിൽ നിന്ന് ഈ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, അധികം ചെല്ലിയിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ D ഡിവിഷൻ ഇരിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിന്റെ ഷേപ്പ് L ഷേപ്പിലാണ്. D ഡിവിഷൻ സ്റ്റേജിന്റെ പുറകിലെ ലാസ്റ്റ് അവിടെ ഇരുന്നാൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരു ടീച്ചർ ഇറങ്ങുമ്പോഴേ ഇവിടെ അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ വർത്താനവും എല്ലാ ഉഴപ്പും ഇവിടെ നടക്കും. അവിടെ ഇറങ്ങുമ്പോഴേ ഇവിടെ എല്ലാവരും ഡീസന്റ് ആകും. ഇതെല്ലാം വളരെ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം, നല്ല സുഖമുള്ള ഒരു ക്ലാസ് റൂം. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂം ജനലിൽ കൂടെ നോക്കിയപ്പോൾ ലോഹയിട്ട് അച്ഛന്മാര് സ്കൂളിൽ വന്നിരിക്കും. ഒന്നല്ല, പല ദിവസങ്ങളിലും വരുന്നു. ഞങ്ങൾ ഇതെന്നാ സമയം, ഞാൻ അടുത്ത ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, എടാ ലോഹയിട്ട് അച്ഛന്മാരൊക്കെ എന്തിനാ സ്കൂളിൽ? അപ്പോൾ അവരോട് അച്ഛന്മാരാകാൻ ആഗ്രഹമുള്ളവരെ തപ്പി വരുന്ന അച്ഛന്മാരെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരാഗ്രഹം, എന്നാ എന്തായാലും തോക്കും, സെമിനാരിൽ പോയാൽ. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ABC ഇത്രയും ക്ലാസ് റൂമിലെ അച്ഛന്മാര് വരുള്ളൂ. D ഡിവിഷനിലേക്ക് ഒരച്ഛനും വരത്തില്ല. ഞാനും വേറെ ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ. അവർ 2 പേരും ഒരിക്കലും ജയിക്കാത്തവരാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെ ABCയിൽ വരികയാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ D ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ എനിക്കും സെമിനാരിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, എടാ അങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു കാര്യം ചെയ്യേ, എന്ത് ചെയ്യണം, നീ ആ C ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിന്, എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവനോട് പറ, ടീച്ചർമാർ ഈ അച്ഛന്മാർ വരുമ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് പോകും.
അപ്പൊ അവിടെ അറിയത്തില്ല ആരൊക്കെയാണ്. ഞാൻ അന്നേരം നീ എന്നോട് കൂട്ടുകാരൻ പറയാ, നീ ഡി ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പോകുമ്പോഴേ ആ സി ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് അച്ഛന്മാരുടെ പേരെഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോട് ചോദിച്ചടാ, ഇനി അച്ഛന്മാര് വരുമ്പോ എന്നെ കൂടെ സൈഡിൽ ഒന്ന് ഇരുത്തണം. അവൻ പറഞ്ഞു ഓക്കെ പോരോളാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചറും അച്ഛന്മാരും വന്നപ്പോ ഞാൻ ആ സൈഡിൽ പോയിരുന്നു. അപ്പൊ സെമിനാരിൽ പോകാൻ ആഗ്രഹമുള്ള ആൺകുട്ടികൾ കൈവക്കാൻ പറഞ്ഞു. ഞാനും പൊക്കി. കുറച്ചു പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഓരോ ചോദ്യക്കടലാസ് കൊടുത്തു. എവിടെ ചെന്നാലും ചോദ്യക്കടലാസ് ആണ് എന്റെ പ്രശ്നം. ഞാൻ എവിടെ ചെന്ന് ഒരു നല്ല കാര്യത്തിൽ പോയാൽ അന്നേരം ചോദ്യക്കടലാസാണ്. ഞാൻ നോക്കി സെമിനാരിൽ ചേർന്നതിലും ചോദ്യക്കടലാസോ, ചോദ്യക്കടലാസ് കൊണ്ട് തന്നെ മടുത്തിരിക്കുക. അപ്പൊ ഞാൻ നോക്കി ചോദ്യക്കടലാസ്. അപ്പൊ ഞാൻ എല്ലാ ചോദ്യവും വായിച്ചിട്ടേ ഉത്തരം എഴുതാറുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഈ ചോദ്യക്കടലാസിനകത്ത് ഒരു ചോദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ചോദ്യം ഇതാണ്: താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അടുത്തിരിക്കുന്ന ഒരുത്തുണ്ട്, ഇതെന്നെ സംഭവം എന്താ? എടാ അവൻ എന്നോട് ദേഷ്യത്തോട്, എടാ നിനക്ക് എത്ര മാർക്ക് കിട്ടും, നിനക്ക് കിട്ടും, നീ എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് സത്യസന്ധനും നീതിമാനുമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ എഴുതി 210 കഷ്ടി ജയിക്കാനുള്ള മാർക്കാണ്. ഞാൻ സത്യസന്ധമായി എഴുതിയതാണ്. താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്ന മാർക്കാണ് എഴുതി. അത് തന്നെ ഇച്ചിരി കൂടുതലാണ്. എഴുതി ഈ ഉത്തരക്കടലാസ് കൊടുത്തു. അത് അച്ഛൻ കൊണ്ടുപോയി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പോസ്റ്റ്മാൻ സ്കൂളിൽ വരികയാണ്. ഈ എഴുത്തിനൊക്കെ ഈ അച്ഛന്മാര് മറുപടി, നിങ്ങൾ സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് സന്തോഷമുണ്ട്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറെ നല്ല വാക്കുകൾ എഴുതി കത്ത്. എനിക്ക് മാത്രം കത്ത് വന്നില്ല. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് കിട്ടിയോ? നിനക്ക് കിട്ടി? ഇവന് കിട്ടി. ഞാൻ പോസ്റ്റ്മാനോട് പോയി ചോദിച്ചു, സാറേ എനിക്ക് ഇല്ലേ? നോക്കി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് മാത്രം അച്ഛന്മാര് കത്തയച്ചില്ലോ. അപ്പോൾ ആ കൂട്ടുകാരനോട് ചോദിച്ചു, നീ എത്ര മാർക്ക് കിട്ടുമെന്നാടാ എഴുതിയെന്ന്? ഞാൻ പറഞ്ഞു 210. എടാ മണ്ട, 210 എഴുതരുത്. താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടും താങ്കൾ പ്രതീക്ഷിക്കുന്ന മാർക്കാണ്. നീ പ്രതീക്ഷിക്കുന്ന മാർക്കാണ്. നിനക്കൊരു 500 മാർക്ക് പ്രതീക്ഷിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോടാ ചോദിച്ചു. ആഹാ അതല്ലേ സംഭവം. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഏതെങ്കിലും അച്ഛന്മാര് വരുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന 580 ആയിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന 400. പ്രതീക്ഷിക്കുന്നതിന് ഇപ്പം പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പിന്നീട് അച്ഛന്മാർ കത്ത് 488, 528. ഇത് എഞ്ചിനീയറിംഗിനും മെഡിസിനും പോകാൻ പോലുള്ള മാർക്കാണ് എഴുതുന്നത്. എഴുതി. എനിക്ക് ഇഷ്ടം പോലെ കത്തുകൾ മറുപടി വന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷ ഞാൻ എഴുതുകയാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലിയിട്ടേ ഇല്ല. ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയ സമയത്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു സെമിനാരിയിൽ നിന്ന് എന്റെ ഈ മാർക്കൊക്കെ എഴുതിയ കത്ത് കിട്ടിയ ഒരു അച്ഛൻ തളിപ്പറമ്പ് പുഷ്പഗിരി പള്ളിയിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വന്നു. ഇന്ന ദിവസം വരണം, 600 രൂപ അടയ്ക്കണം. 600 രൂപ. ഇത് കേരളത്തിന്റെ പുറത്തുള്ള സെമിനാരി പോകാനുള്ള ഏർപ്പാടാണ്. ഞാൻ എന്റെ വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള സമയമാണ്. 600 രൂപ എന്റെ അമ്മ കൂലിപ്പണി എടുത്ത പൈസയാണ്. ആ പണമായിട്ട് ഞാൻ തളിപ്പറമ്പ് പുഷ്പഗിരിയിൽ കൊണ്ടുപോയി അച്ഛന്മാർക്ക് കൊടുത്തു. എന്തിന്? ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സെമിനാരി പോകാനുള്ള പൈസ കൊടുത്തു. ഞാൻ തിരിച്ചു വീട്ടിലിരിക്കുകയാണ്. സെമിനാരി പോകാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പേപ്പറിനാണ് റിസൾട്ട് വരുന്നത്, പേപ്പറിൽ. അങ്ങനെ ഞാൻ റിസൾട്ട് നമ്പർ നോക്കുക. ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ആ വർഷം ഞാൻ തോറ്റു എന്നറിഞ്ഞപ്പോഴേ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എഞ്ചിനീയറിംഗിന് പോക്കോളാം. ഞാൻ ചോദിച്ചു, അമ്മ തോറ്റാലും എഞ്ചിനീയറിംഗ് ഉണ്ടോ? എന്നാ പോയേക്കാം. തോറ്റു എന്നറിഞ്ഞപ്പോഴേ ആകെ ലെവല് മാറി. എന്റെ മനസ്സെല്ലാം അങ്ങ് ഡൗൺ ആയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനി പഠിക്കാൻ പോകണ്ട, ഇനി വല്ല പെയിന്റിങ്ങിനോ വല്ല കൂലിപ്പണിക്കോ, ഇനി 20 വയസ്സാകുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി. ഞാൻ റെഡി. കാരണം 10ാം ക്ലാസ്സിൽ പോയി വെറുതെ അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് അടി കിട്ടുന്ന കേസല്ല. റബ്ബർ വെട്ടാൻ പോയാൽ അടിയില്ല, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അടിയില്ല. അത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഇനി പഠിത്തം എന്നേക്കുമായി അവസാനിപ്പിച്ച് ഞാൻ പതുക്കെ ടൗണിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എന്റെ മനസ്സ് വേദനിച്ചത്. എന്റെ കൂട്ടുകാർ പലരും സെമിനാരിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നല്ല ടിപ്പായിട്ട് നടക്കുന്നു. ഞാൻ വീട്ടിൽ വന്ന് എന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് പാരക്കോളേജിൽ പോയി ഒന്നും കൂടെ പഠിക്കണം. അപ്പോൾ ഉടനെ എന്റെ അമ്മ പറഞ്ഞു, നീ കണ്ട അച്ഛന്മാർക്ക് കൊണ്ട് 10-600 രൂപ കൊടുത്തിട്ടില്ലേ, അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ 2ാമത് പോയി പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഫോണില്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയി ഫോൺ വിളിച്ച് ഈ പുഷ്പഗിരിയുള്ള അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്നാ മീറ്റിംഗ്? അച്ഛന് ഡേറ്റ് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ എന്നോട് മാർക്ക് ചോദിച്ചില്ല. ഞാൻ ആ മീറ്റിംഗിൽ ഈ തളിപ്പറമ്പ് ബസ് കയറി പുഷ്പഗിരി പള്ളിയുടെ അവിടെ പോയി ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു 10-38 പേര് അവിടെ ഉണ്ട്. സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ് മീറ്റിംഗിന്. എല്ലാവരും വന്നിരിക്കുന്നത് സെമിനാരിയിൽ ചേരാൻ. ഞാൻ മാത്രം ആ മീറ്റിംഗിൽ പോയത് കൊടുത്ത 600 രൂപ തിരിച്ചു മേടിക്കാൻ. എന്റെ മനസ്സ് കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. ഞാൻ 600
രൂപ തിരിച്ചു മേടിക്കാൻ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക. എങ്ങനെ അച്ഛനോട് പറയും? അന്നത്തെ പ്രായമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു രോഗമുണ്ട്. പഠിക്കുന്ന പിള്ളേർ എവിടെ ചെന്നാലും ചോദിക്കും, നിനക്കെത്ര കിട്ടി? നിനക്കെത്ര കിട്ടി? അയ്യോ നിനക്കോ? അയ്യോ. പഠിക്കാത്തവരുടെ പ്രത്യേകത ആരോടും ചോദിക്കത്തില്ല. നിനക്കെത്ര കിട്ടി? ആഹാ നിനക്കെത്ര കിട്ടി? കിട്ടിയോ? അയ്യോ. ആരോടും ചോദിക്കത്തില്ല. കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ ഞാനൊരു മാവിന്റെ സൈഡിൽ നിൽക്കുക. അപ്പൊ ഉണ്ട് പഠിച്ച് ഭയങ്കര മാർക്ക് കിട്ടി. ഒരുത്തം പറഞ്ഞു നിനക്കെത്ര കിട്ടി? ഞാൻ പറഞ്ഞു 550 മാർക്കുണ്ട്, എഞ്ചിനീയറിംഗിന് പോവാന്ന് പറഞ്ഞു. അവൻ അതോടുകൂടി ഓടി. ഞാൻ അച്ഛന്റെ അടുത്ത് ചെന്ന് ഈ 600 രൂപ മേടിച്ച് തളിപ്പറമ്പിലേക്ക് വണ്ടി കയറി ബുക്കുകൾ മേടിച്ച് ഞാൻ തിരിച്ചു വന്ന് രണ്ടാമത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നു വേണം പാരൽ കോളേജിൽ പോകാൻ. 6 കിലോമീറ്റർ തിരിച്ചു നടക്കണം. അതായത് ദിവസവും 12 കിലോമീറ്റർ നടക്കുക. ഒരു വർഷം നടന്നു പോകുമ്പോ അവിടുന്ന് ആരും നടക്കാനില്ല, എല്ലാവരും പാസ്സാ. അന്ന് എന്റെ വീട്ടിൽ KSRTC ബസ്സിൽ എടുക്കുന്ന പാസ് എടുക്കാൻ പോലുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള സമയത്താ നടന്നു പോകുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എന്റെ കഴുത്തിൽ കിടന്ന ഒരു ജപമാല ആരും എന്നോട് പറയാതെ ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ ഇറങ്ങുമ്പോഴേ ഞാൻ അതെടുത്ത് ഊരി കൈ പിടിച്ച് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് 6 കിലോമീറ്റർ പോകുന്നത്. എന്താ അങ്ങനെ ചെല്ലിയെന്ന് ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലിക്കൊണ്ടിരിക്കുക. എത്രയൊന്നും ചെല്ലിക്കൂട്ടിയത് എനിക്ക് അറിയത്തില്ല. കോളേജ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ നിയോഗമുള്ളൂ, എനിക്ക് രണ്ടാമത് 10ാം ക്ലാസ്സിൽ ജയിക്കണം, ഒരു സെമിനാരി പോകണം. അങ്ങനെ ഒന്ന് തോറ്റേ പിന്നെയാണ് ജീവിതത്തിന്റെ വലിയൊരു പ്രയാസത്തിൽപ്പെട്ടപ്പോഴാ ആരും പറയാതെ ഈ ജപമാല ഞാൻ കൈകളിൽ ആദ്യം എടുത്തത്. ഞാൻ രണ്ടാമത് 10ാം ക്ലാസ്സിൽ പാരക്കോളേജ് ചെല്ലുമ്പോൾ ഇംഗ്ലീഷും കണക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അടിയോടടി, സ്ഥലപ്പേരല്ല, അടിയോടടി, ഈ കൈക്കെട്ടടി ഈ കെട്ടടി. അങ്ങനെ ഞാൻ കുറച്ചു നാളെ പാരക്കോളേജിൽ പോയുള്ളൂ. അടി പേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോരും, വേറൊരു വീട്ടിൽ താമസിച്ച് സമയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഈ വിവരം സാറ് വിളിച്ച് വീട്ടിൽ പറഞ്ഞ് അത് വലിയൊരു പ്രശ്നമായി. എന്റെ വീട്ടിൽ നിന്നുള്ളവരെ കോളേജിൽ വിളിപ്പിച്ചിട്ട് സാർ ദേഷ്യത്തോടെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം രണ്ടാമതും മനുഷ്യനായിട്ട് അവതരിച്ചാലും ഇവൻ ജയിക്കുകയെന്ന് പറഞ്ഞു. തീരുമാനമാക്കി. രണ്ടാമതും ജയിക്കുകയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പ്രാർത്ഥന കുറെ കൂടി ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വേറെ ഒന്നും പ്രാർത്ഥന എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഇന്നും എനിക്കറിയത്തില്ല. ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പരീക്ഷ ഞാൻ എഴുതുന്നത് ഈ ജപമാല പ്രാർത്ഥിച്ചിട്ടാണ്. ഒന്നാമത്തെ പരീക്ഷ ഞാൻ എഴുതിയത് ഇത് കഴുത്തേലുണ്ടെന്നേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ഇതെനിക്ക് അറിയത്തുമില്ല, എന്തൊക്കെയോ എനിക്കറിയാം. രണ്ടാമത്തെ പ്രാർത്ഥന, രണ്ടാമത്തെ പരീക്ഷ, 2ാം വർഷം പഠിച്ചത് മുഴുവൻ ഇത് പ്രാർത്ഥിച്ചിട്ടാ. എന്നാ ഒരു കാര്യം പറയട്ടെ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാ എനിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അന്നത്തെ പ്രാർത്ഥനയുടെ ബലമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നേ, അത് പറയട്ടെ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് എന്ന വിഷയം നൂലുകൊണ്ടൊന്ന് കെട്ടണമെന്നൊരാഗ്രഹമാണ്. ഞാൻ എത്ര എഴുതിയാലും ഈ പേപ്പർ 2 എണ്ണം ആക്കാൻ പറ്റിയില്ല. ഒരു സൈഡ് മാത്രമേ ആവത്തുള്ളൂ. ഞാൻ അടുത്തിരിക്കുന്നവരുടെ പേപ്പർ നോക്കുമ്പോൾ അവർ കുരുകുരുരാന്ന് എഴുത്താ. എന്താവോ എഴുതുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നത്. രണ്ടാമത് ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എന്നേക്കാൾ മണ്ടനായ ഒരുത്തരോട് ഞാൻ ചോദിച്ചു, എന്നേക്കാൾ മണ്ടൻ, അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ എന്തേലും ഉണ്ടെന്ന് ചോദിച്ചുടാ, ഇംഗ്ലീഷ് എന്ന വിഷയം എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണമെങ്കിൽ എന്നടാ ഒരു വഴി. അവൻ പറഞ്ഞൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അവനേക്കാൾ മണ്ടനായ ഒരു തിരുമണ്ടൻ. അപ്പൊ എന്തേരം മണ്ടനാന്ന് നിങ്ങൾ ഓർത്തിരിക്കും. മണ്ടൻ, വേറൊരു മണ്ടൻ, പിന്നെ തിരുമണ്ടൻ. ആ തിരുമണ്ടൻ ഇവനോട് പറഞ്ഞുടാ, ഇംഗ്ലീഷ് എന്ന വിഷയത്തെ കുറിച്ച് ഡോണ്ട് വറി, ബി ഹാപ്പി, ഒന്നുമേ പ്രശ്നം വേണ്ട. ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടിക്കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പഠിക്കാത്ത പിള്ളേർ ചെയ്യുന്നതെന്നറിയോ, ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ എക്സാം, 1.5 മണിക്കൂർ അവർക്ക് ഫ്രീ ടൈമാണ്. അവർ പക്ഷികളെ നോക്കുന്നു, മൃഗങ്ങളെ നോക്കുന്നു, ചില എട്ടുകാലികളെ നോക്കുന്നു, ഫാൻ കറങ്ങുന്നു നോക്കുന്നു, തല ചൊറിയുന്നു, ഇഷ്ടംപോലെ സമയമാണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉയർന്ന് അടുത്ത പേപ്പറിലേക്ക് നോക്കും. അടുത്തിരിക്കുന്നവൻ ഭയങ്കര പഠിത്തക്കാരനായിരിക്കും, എന്നാൽ എന്തെങ്കിലും 2 അക്ഷരം കണ്ട് ജയിച്ചോട്ടെ എന്ന് അവൻ വിചാരിക്കുകയില്ല. അവൻ നമ്മൾ നോക്കുമ്പോൾ മറച്ചങ്ങോട്ട് പിടിക്കും. ഒരിക്കലും കാണുന്നത് ഈ പാവപ്പെട്ടവൻ പഠിച്ച് ഒരിക്കലും ഡോക്ടർ ആകത്തില്ലെന്ന് അവൻ അറിയാം. എന്നാലും 2 അക്ഷരം പഠിച്ച് എവിടെയും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചു കൊടുക്കത്തില്ല, മറച്ചു പിടിക്കും. അതുകൊണ്ട് ഒരു രക്ഷയില്ല, അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടും രക്ഷയില്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം ഈ രണ്ടാമത് പരീക്ഷ എഴുതുമ്പോ
ഈ പരിപാടി ഒന്നും പറ്റത്തില്ല, നോക്കാനൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയൂ എന്നോട്, അവനെ ആരോ ഉപദേശിച്ച അവൻ ഉപദേശം എന്നോട് പറയടാ, ഇംഗ്ലീഷ് എന്ന വിഷയം കിട്ടി, ഒന്നാമത്തെ ചോദ്യം വായിക്കുന്നു, വായിക്കണ്ട, അതിന്റെ മാർക്ക് നോക്കുക, 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഒന്നാമത്തേത്. നിനക്കറിയത്തില്ല, അത് ഉറപ്പ് അറിയത്തില്ല. ചോദ്യക്കടലാസ് തിരിച്ചു വെക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3 മാർക്കിന്റെയാണ്, 3 മാർക്കിന്റെ എഴുതണം. നീ അവസാനത്തെ 2 ചോദ്യങ്ങൾ, ചോദ്യക്കടലാസിന്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള 2 ചോദ്യങ്ങൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണെന്ന് നീ വിശ്വസിക്കണം. മനസ്സിലായോ? എന്നോട് വലിയൊരു ഇംഗ്ലീഷിനെ കുറിച്ച് നീ ഒരു ടെൻഷനും വേണ്ട. ഒന്നാമത്തെ ചോദ്യം വായിക്കുക, 3 മാർക്കിന്റെ ഒരു ചോദ്യമാണത്. ചോദ്യക്കടലാസ് തിരിച്ചു വെക്കുന്നു, 2 ചോദ്യങ്ങൾ അവസാനത്തെ അത് നല്ല വൃത്തിയായി എഴുതുന്നു. ഞാൻ ചോദിച്ചു, 5 മാർക്കിന്റെ എസ്സേ ആണ്, എന്നാ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, ഒരു പകുതിക്ക് തൊട്ട് താഴോട്ട് പിടിക്കുക. ഇപ്പൊ 2ാമത്തെ എസ്സേക്ക് എന്നാ ചെയ്യൂടാ? ആ ചോദ്യക്കടലാസ് തിരിച്ചു വെച്ചിട്ട് താഴേന്ന് മുകളിലേക്ക് അടുത്ത എസ്സേയോട് എസ്സേ. ഞാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ, ഈ ഐഡിയ ആദ്യം തന്നെ പറയുവാണ്, ഞാൻ എവിടെയെങ്കിലും നല്ല നിലയ്ക്ക് എത്തിയേനെ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഇംഗ്ലീഷ് എഴുതി ഞാൻ ഒരു എഴുത്തെഴുതും. 2ാമത്തെ പരീക്ഷ എഴുതാൻ പോകുമ്പോ എന്തൊക്കെയോ കുറച്ച് ഞാൻ വായിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. എന്റെ ഉള്ള അറിവിൽ ജയിക്കാനുള്ള ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞതുണ്ട്, ചോദ്യം ഒന്നും വായിക്കരുത്, മാർക്ക് നോക്കോ എഴുതുക, മാർക്ക് നോക്കോ എഴുതുക. എനിക്കതുകൊണ്ട് നല്ലൊരു സ്പിരിറ്റ്, നല്ലൊരു പവറായിരുന്നു. ഞാൻ നല്ല സന്തോഷത്തോടെ ക്ലാസ് റൂമിലേക്ക് കയറി ഇരുന്നു. ഇംഗ്ലീഷ് എന്ന ചോദ്യ ക്ലാസ് കിട്ടി. അവൻ എന്നോട് പറഞ്ഞ ഐഡിയ പ്രകാരം ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിച്ചു പോലും നോക്കിയില്ല, മാർക്ക് നോക്കി, തലേ ചോദ്യം തിരിച്ച് നല്ല വൃത്തിയായി എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അസൂയ മൊത്ത പഠിക്കുന്ന കുട്ടികൾ എന്റെ നോക്കി കോപ്പി അടിക്കാൻ നോക്കുക. ഈ പിള്ളേർക്ക് ഞാൻ എന്റെ ഈ എഴുത്ത് കണ്ടിട്ട് അവർക്ക് തോന്നി ഞാൻ വലിയ നിലയിൽ എത്തുന്നു. അവൻ എന്നെ നോക്കി എഴുതാൻ നോക്കുക, എന്റെ നോക്കി. അപ്പൊ ഞാൻ മറച്ചു പിടിച്ചു. എന്റെ നോക്കി എഴുതിയിട്ട് അവൻ നല്ല നിലയിൽ എത്തേണ്ട സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാനത് മറച്ചു പിടിച്ചു. ഞാനും മറച്ചു പിടിച്ചു. അവർക്ക് മാത്രമല്ലല്ലോ മറച്ചു പിടിക്കാനുള്ള അധികാരമുള്ളത്, നമ്മളും മറച്ചു വെച്ചു. എഴുതി എന്നിട്ട് ഒരു 3-4 പേപ്പർ എഴുതിയിട്ട് എനിക്ക് മിച്ചം ഇനി എഴുതാനുണ്ട്. എല്ലാത്തിനും ഇഷ്ടം പോലെ എഴുതിയിട്ട് സാറിനോട് പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നെ അറിയുന്ന സാറുമാര്, ഞാൻ പരീക്ഷ ഫീസ് കൊടുക്കുന്ന ആളാണേലും ഈ അവസാനം നൂലിട്ട് പോകുന്നൊരു പതിവുണ്ട്. എന്താ നൂല്? എന്നെ മാത്രം, എന്റെ മുഖം സാറുമാര് കാണുമ്പോൾ നൂല് ഇങ്ങനെ വെച്ചിട്ട് നൂല് തിരിച്ചിടും. 10 പൈസ വിലയില്ലാത്ത നൂല് എനിക്ക് തരികയില്ല. പിന്നെ 10ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ ഇനി എന്തായാലും പരീക്ഷ എഴുതി നല്ല ഭാവിയൊന്നും ഇല്ലാത്ത ഞാൻ ലാസ്റ്റ് എഴുതുമല്ലേ, എന്തായാലും സാറിനോട് നൂല് വെക്കാൻ പറഞ്ഞു. നൂല് വെച്ച് കെട്ടി ഞാൻ തന്നെ ഒന്ന് പിടിച്ചു നോക്കി. ഒരു നല്ല കനത്തിൽ എഴുതി. എഴുതാൻ പറ്റിയുള്ള സന്തോഷത്തിൽ പേപ്പർ സമർപ്പിച്ച് ഞാൻ ചോദ്യക്കടലാസൊക്കെ, എനിക്ക് ഭയങ്കര ഒരു റാങ്ക് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. ഒരെണ്ണം ശരിയില്ല കേട്ടോ, ഫുൾ ചോദ്യമാണ്, ചോദ്യത്തിന് ചോദ്യമാണ് ഉത്തരം. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പതിവുണ്ടായിരുന്നു. ഞാൻ ഈ ചോദ്യക്കടലാസൊക്കെ വായിച്ചുകൊണ്ടാണ് പോകുന്നത്. അറിയാവുന്ന പോലെ വായിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയപ്പോ പെട്ടെന്ന് ഞാൻ നിന്നു. എനിക്ക് ഇച്ചിരി അറിയാവുന്ന ഉത്തരമുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ തിരുമണ്ടം പറഞ്ഞു, ചോദ്യം വായിക്കണ്ട, നീ ഓരോന്നിന്റെ മാർക്ക് നോക്കി എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ചോദ്യം എഴുതി വെച്ചിരിക്കുന്നു, ഒരിക്കലും ജയിക്കത്തില്ല. ഞാൻ ആ ചോദ്യക്കടലാസ് കൊണ്ട് ചുരുട്ടിപ്പറിച്ച് വീട്ടിലിരുത്തി. വീട്ടിൽ കൊണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. ഒരിക്കലും ജയിക്കത്തില്ല, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും. എന്നാൽ എനിക്ക് ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ കുറെ പ്രാർത്ഥിക്കുകയും ചെയ്തതാ. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി ഒരു കുട്ടികളും പ്രാർത്ഥിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ ഈ വർഷം മോഡറേഷൻ ഗാനം ഉണ്ടായി എന്തെങ്കിലും എഴുതിയവർക്ക് കാമാർക്ക് അരമാർക്ക് കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടാകണേ ദൈവമേ. അങ്ങനെ ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. എന്തെങ്കിലും എഴുതിയവർക്ക് ഒരു കാമാർക്കൊക്കെ കൊടുത്ത് ജയിപ്പിക്കും, കുറെ പേരൊക്കെ ജയിപ്പിക്കും. എന്തായാലും ഞാൻ ദൈവമേ മോഡറേഷൻ കിട്ടണേ. ആ വർഷം മോഡറേഷനൊക്കെ വന്ന് എന്തെങ്കിലും എഴുതിയവർക്ക് കാമാർക്കും അരമാർക്കും കൊടുക്കണമെന്നൊക്കെ എന്നോട് കൂട്ടുകാർ പറഞ്ഞു. എടാ സംഭവം മോഡറേഷൻ ഉണ്ട്. ഞാൻ ഉടനെ ചുരുട്ടിപ്പറിച്ച് ചോദ്യക്കടലാസ് എടുത്ത് നോക്കി. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി. എനിക്ക് എല്ലാത്തിനും മാർക്ക് കിട്ടിയാൽ തന്നെ മിക്കവാറും എഞ്ചിനീയറിംഗിനും കണ്ട് പോകേണ്ട ഗതികേട് വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും മാർക്ക് കിട്ടിയാൽ തന്നെ എനിക്ക് ഭയങ്കര മാർക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അത്രയും മാർക്കൊന്നും വേണ്ട കർത്താവേ, കുറച്ചോ ഇച്ചിരി മതി, കഷ്ടി മതി, കൂടുതലേ വേണ്ട. എന്തായാലും 2ാമത്തെ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു. 2ാമതും തോക്കണമെന്നാ പലരുടെ അഭിപ്രായം. നിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും 2ാമത് കഷ്ടി ഞാൻ ജയിച്ചു, സമാധാനമായി. അങ്ങനെ 2ാമത് ജയിച്ച് ഞാൻ വേദപാഠം പഠിക്കുന്ന ദേവാലയം, എന്റെ ഇടവക പള്ളിയിൽ അച്ഛന്മാർ വരുന്നുണ്ട് ഇങ്ങനെ പിള്ളേരെ സെമിനാരി ചേർക്കാൻ. ഞാനും എഴുതി കൊടുത്തിട്ട് എവിടുന്നും മറുപടി വരാത്തോട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മ ആരും സെമിനാരി എന്നെ എടുക്കുന്നില്ല. അപ്പൊ എന്റെ അമ്മ എവിടുന്നോ പഠിച്ചിട്ട് പറയുക, 1 തോറ്റ് 2ാമത് കഷ്ടി ജയിച്ചവരെ എവിടെ എടുക്കുകയാണ്.
അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഒന്ന് തോറ്റ് രണ്ടാമത് കഷ്ടി ജയിച്ചവരെ സെമിനാർ, അത് ശരി, ഏറെക്കുറെ ശരിയാണ്. എന്റെ വീട്ടിൽ 7 അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നു. 7 വ്യത്യസ്ത സഭകളിൽ നിന്ന് എവിടെ നിന്നൊക്കെ അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത പേരനുസരിച്ചാണ് വരുന്നത്. എന്നെ ഇച്ചിരി വെളുത്തിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിയാണെന്ന് ഈ അച്ഛന്മാർ വിശ്വസിക്കും ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ. അപ്പോൾ എന്റെ വീട്ടിൽ വരുന്ന പാടെ എന്റെ അമ്മ പറയും, ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് പറയും, ഒന്ന് തോറ്റത് അച്ഛോ, രണ്ടാമത് കഷ്ടി ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ നല്ല ഗ്ലാമറുള്ള അച്ഛന്മാരാണേലും ഒപ്പീസിയല്ലോലിരിക്കും മുഖം. അങ്ങനെ 7 അച്ഛന്മാർ വന്നിട്ട് എന്നെ എടുക്കാതെ പോയി. 8ാമതൊരു അച്ഛൻ എന്റെ വീട്ടിൽ 2ാമത്തെ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമെന്നുള്ള വാർത്ത ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മ പാലൊഴിച്ച് ചായ വേണം, അത് വേണം, ഇത് വേണം, അച്ഛന്മാർ വരും, അച്ഛൻ വരും, അതുകൊണ്ട് അമ്മ ദേവി ഇത് ചുപ്പുരഹോ, ഏത് രണ്ടാമത് തോറ്റൂന്ന് പറയരുത്. അമ്മ അതിനെക്കുറിച്ച് ഒന്നുമേ പറയരുത്. ഞാൻ അങ്ങനെ കർശനമായി താക്കീത് കൊടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ കൂട്ടിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി. അച്ഛൻ ഇങ്ങനെ സംസാരിച്ച് ദൈവത്തിന്റെ കൃപ കൊണ്ട് അച്ഛൻ മാർക്ക് ചോദിക്കുന്നേ ഇല്ല. നല്ല സന്തോഷത്തോടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചായ കുടിക്കുന്നു, റസ്ക് കഴിക്കുന്നു, മിച്ചർ കഴിക്കുന്നു, കേക്ക് കഴിക്കുന്നു. അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അച്ഛൻ ചായ കുടിച്ച ഗ്ലാസ് എന്റെ കയ്യിലൊന്നും ആ മേശപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. ഞാൻ ഈ ഗ്ലാസ് മേടിച്ച് ആ മേശപ്പുറത്തേക്ക് വെക്കാൻ തിരിയലും അമ്മ ആ ഗ്യാപ്പിൽ പറയുകയും, ഒന്ന് തോറ്റതാച്ചു. അതാ 8ാമത്തെ അച്ഛന്റെ മുഖവും അതുപോലെ ഇരിക്കുന്നു. ഞാൻ അന്നേരം ഓർത്തായിരുന്നു, അമ്മയുടെ കാൽ ഒരു ചവിട്ട് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത് തോറ്റു എന്ന് പറയരുന്ന് പറഞ്ഞതാണ്. ഈ അച്ഛൻ ചായയും കുടിച്ച് എന്നോട് പറഞ്ഞു, എന്നാ എന്നെ ആ പള്ളിമുറി വരെ ഒന്ന് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാനും അച്ഛന്റെ മുമ്പിൽ നടന്ന് പള്ളിമുറിയിലെത്തി. പള്ളിയിലോട്ട് കയറിയിട്ട് അച്ഛൻ എനിക്കൊരു ടാറ്റ തന്നു. എന്നിട്ട് ഞാൻ അന്നേരം അച്ഛനോട് ചോദിച്ചു, അച്ഛോ എന്നെ സെമിനാരിയിൽ എടുത്തോന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉള്ള ചായയും ഉള്ള ബിസ്ക്കറ്റും ഉള്ള കേക്കും കഴിച്ചിട്ട് പറയാറായിട്ടില്ല അച്ഛോ എന്നെനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ ധൈര്യത്തിന് അതെനിക്ക് പറയാൻ ഞാൻ വളരെ എളിമയോട് ചോദിച്ചു, എപ്പോഴാ അച്ഛ പറയുക? അപ്പോഴാണ് ഒരു വാർത്ത അച്ഛൻ പറയുന്നത്, ഇവിടെ 2 അൾത്താരപാലന്മാരുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്ന ഒരു പേരാണ് അൾത്താരപാലന്മാർ. ഈ അച്ഛന്മാർക്ക് പണ്ടേ പ്രിയം അൾത്താരപാലന്മാരോടാണ്. ഞാൻ ഇന്നുവരെ അൾത്താരപാലൻ ആയിട്ടില്ല. ഞാൻ എവിടെയോ നിന്ന് പള്ളിയിൽ കൂടി സാധാരണ പോകുന്ന ആയതുകൊണ്ട് ഈ അച്ഛന് പ്രിയം ഇവരെയാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇന്ന 2 കുട്ടികൾ പേര് തന്നിട്ടുണ്ട്, അവര് വരുന്നില്ലെങ്കിൽ നിന്നെ എടുക്കാന്ന് പറഞ്ഞു. എന്റെ പ്രാർത്ഥന ഞാൻ പെട്ടെന്ന് മാറ്റി, അവർ 2 പേരും വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എന്റേതല്ലാത്ത മറ്റ് 2 ദൈവവിളികളും വേറെ എങ്ങോട്ടേലും തിരിച്ചുവിട്. എന്നെ കട്ടിച്ചെടുക്കാൻ തീരുമാനമെടുത്ത ഒരച്ഛനുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം. എന്തായാലും എന്നെ ആ സെമിനാരിയിൽ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു സെമിനാരിയിൽ സുഖമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. സെമിനാരിയിൽ ചെന്ന് ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്ന വിഷയം 2ാമത് പ്രസവിച്ച് 8 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. ആദ്യം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നേ പ്രസവിച്ചുള്ള ഒരു കൊച്ചേ ഉണ്ടായുള്ളൂ. 2ാമത് അങ്ങ് പ്രസവിച്ചിട്ട് 8:30 തൊട്ട് 4 മണി വരെ ഇംഗ്ലീഷ്. ദൈവത്തിന്റെ കൃപയാൽ കണക്ക് ഇല്ല, ഇംഗ്ലീഷ് തന്നെ. എന്നോട് അച്ഛൻ ഇച്ചിരി പൊക്കക്കറവുള്ള ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു, മുന്നിൽ ഇരുന്നോളാൻ പറഞ്ഞു. 1ാം ക്ലാസ് തൊട്ട് എനിക്ക് ഭാഗ്യമില്ലാതെ പോയൊരു കാര്യമാണ് മുന്നിലിരിക്കാൻ. വളരെ സന്തോഷത്തോടെ ഞാൻ മുന്നിലിരുന്നു. അച്ഛനെ മുന്നിൽ ഇരുത്തില്ലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേക്കടോ പോയിരിക്കടോ പുറകെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി, ഏറ്റവും പുറകിലെത്തിപ്പെട്ടു. എന്നെ പോലെ തന്നെ പഠിക്കാത്ത ഒരുത്തിന് അവിടെ എനിക്ക് കൂട്ടായി. അവൻ 3 മാസം കൊണ്ട് പഠിക്കാൻ പറ്റാതെ വിട്ടുപോയി. ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ പരീക്ഷയിൽ അവിടെയും തോക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, തോക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ആകെ പ്രശ്നമായി. ഞാൻ അങ്ങനെ കള്ളത്തരത്തിൽ ഒരു കത്തെഴുതി, വീട്ടിലേക്ക് ഒരു കത്തെഴുതി, അമ്മ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സെമിനാരി, ഭക്ഷണം ഉണ്ടെന്നേ ഉള്ളൂ, ഇംഗ്ലീഷ് കാരണം മടുത്തിരിക്കുക, അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പഠിച്ചോളാം. കള്ളത്തരത്തിൽ അച്ഛനെ കാണിക്കാതെ ഞാൻ ഒരു കത്തെഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടു. തിരിച്ചു വന്നപ്പോൾ അതിന്റെ മറുപടി റെക്ടറേറ്റിന്റെ കയ്യിലാണ് കിട്ടിയത്. റെക്ടറേറ്റ് ചോദിച്ചു, ഞാൻ അറിയാതെ കത്തയച്ചു, സെമിനാരി ചില നിയമങ്ങളും നൂലാമാലകളുണ്ട്, നമ്മൾ കത്തയച്ചാൽ ഒട്ടിച്ചു വിടാൻ പറ്റിയത്. റെക്ടറേറ്റിന് കൊടുത്ത് റെക്ടറേറ്റ് വായിച്ചിട്ട് അത് ഒട്ടിച്ചു വിടത്തുള്ളൂ, ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് അച്ഛൻ അറിയാതെ അയച്ച കത്താണ്. അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ കള്ളത്തരത്തിൽ കത്ത് എഴുതിയായിരുന്നു? അതായത്, പക്ഷെ ആ കത്ത് തിരിച്ചു വന്നപ്പോൾ എന്റെ അമ്മ എഴുതിയിരിക്കുവാണ്, നിനക്ക് സെമിനാരിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ജപമാല ചൊല്ലി 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി ഇംഗ്ലീഷ് എന്ന വിഷയം പഠിക്കുക. പരിശുദ്ധ അമ്മ, അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകാത്ത വിഷയം പഠിക്കാൻ ദൈവം നിനക്ക് ശക്തി തരുമെന്ന് പറഞ്ഞു.
ഞാൻ അന്നു മുതൽ ഈ പ്രാർത്ഥന ചൊല്ലി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ തുടങ്ങി. ജയിച്ചപ്പോൾ റെക്ടറച്ചൻ മുറിയിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാവാത്തത് ഇപ്പോൾ നിനക്ക് എങ്ങനെയാ മനസ്സിലായി എന്ന് ചോദിച്ചു. അന്ന് എന്റെ മനസ്സിലൊരു ഉത്തരം ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥന ഇങ്ങനെ ചെല്ലിയ പിന്നെയാണ്. പക്ഷെ അന്നത്തെ പേടി കൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഒരു ഉത്തരം കിട്ടി. എന്റെ ഉള്ള ബുദ്ധി വായിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രകാശിക്കുന്നതായും വായിക്കുന്നതും മനസ്സിലാവുന്നതും എനിക്കങ്ങ് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2ാം വർഷത്തിലേക്ക് സെമിനാരിയിൽ പ്രവേശിച്ചു. സെമിനാരി 2ാം വർഷം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ഒരച്ഛനാണ്. ഭയങ്കര ശിക്ഷണമാണ് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പഠിക്കാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ എന്റെ അമ്മയും എന്റെ കുടുംബക്കാരും കൂടെ സെമിനാരിയിൽ എന്നെ കാണാൻ വന്നു. എന്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു, എടാ നിന്റെ അമ്മയും ചാച്ചനും അമ്മയും കുടുംബക്കാരും കാർ പോർച്ച് നിൽക്കുന്നു, റെക്ടറച്ചന് പോയി പറയാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പോയി റെക്ടറച്ചോട് പറഞ്ഞു, അച്ഛാ എന്റെ അമ്മ ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഉടനെ ഒരു ചൂരിൽ ഇങ്ങോട്ട് എടുത്തു. അച്ഛൻ കേട്ടത് പാകിസ്ഥാൻകാർ യുദ്ധത്തിന് വന്നെന്നാണ്. യുദ്ധമാണെന്നാ വിചാരിച്ചു. ഒരു വടി എടുത്തു. ഞാൻ വിചാരിച്ചു അമ്മ വന്നു എന്ന് പറഞ്ഞാൽ എന്തിനാവോ വടിയെടുത്തിട്ട് മുന്നേ വന്ന് സെമിനാരിയുടെ വരാന്തയിൽ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വെള്ളം കുടിക്കാൻ ഒരു മൺകലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കപ്പുണ്ട്. അതിലാ വെള്ളം കോരി കുടിക്കുന്നത്. ആ കലത്തിന്റെ അവിടെ പോയി നിന്നു. അപ്പോൾ എന്റെ അമ്മയും എന്റെ ബന്ധുക്കളും കൂടെ ഇവിടെ വന്നു. കൃത്യം അവിടെ നിന്നപ്പോൾ റെക്ടറച്ചൻ ഉടനെ എന്നെ നോക്കി പറഞ്ഞു, ഇവന് ഒരു കഴിവുമില്ല. 1ാം ക്ലാസ് തൊട്ട് ഞാനത് കേൾക്കുന്നതായോണ്ട് ഈ ഭാഗത്ത് നല്ല തഴമ്പ. 1ാം ക്ലാസ് തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. ഒരു കഴിവുമില്ല. സെമിനാരി ചെല്ലുമ്പോഴും അതാണ് തേട്ടു. പക്ഷെ എനിക്ക് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എന്നോട് കഴിവില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫീലിംഗും തോന്നിയിട്ടില്ല. പക്ഷെ സെമിനാരിയിൽ വന്ന് എന്റെ അമ്മയോട് ഇത് കഴിവില്ലെന്ന് എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ പറഞ്ഞതും എന്റെ അമ്മ പെട്ടെന്ന് അങ്ങ് കരയലും അതെന്റെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ എന്റെ മനസ്സങ്ങ് തകർന്നു പോയി. എന്റെ അമ്മ സെമിനാരി വന്നിട്ട് അച്ഛന്റെ മുമ്പിൽ കരഞ്ഞല്ലോ എന്നുള്ളൊരു ദുഃഖം വന്ന് ഞാനങ്ങ് പെട്ടെന്ന് തകർന്നു പോയപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ നീ എന്തുകൊണ്ടാ എനിക്കൊരു കഴിവും തരാഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. നീ എല്ലാവർക്കും കഴിവ് കൊടുത്തിട്ടുണ്ട്. സെമിനാരിയിൽ എന്റെ കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും ഓരോ കഴിവുണ്ട്. എഴുതാൻ കഴിവുള്ളവർ, പാടാൻ കഴിവുള്ളവർ, വായിക്കാൻ കഴിവുള്ളവർ, ഒരുപാട് കഴിവുള്ളവരുണ്ട്. എനിക്ക് മാത്രം ഒരു കഴിവ് തന്നില്ലല്ലോ എന്ന് എന്റെ മനസ്സ് ഞാൻ ഓർത്തു. സെമിനാരിയിൽ നിന്ന് അച്ഛൻ അങ്ങോട്ട് പോയി കാപ്പി കുടിച്ച് എന്റെ കുടുംബക്കാരെല്ലാം സെമിനാരിയിൽ നിന്ന് പോയപ്പോഴും എന്റെ അമ്മ എന്നോട് ചോദിച്ചില്ല, എന്നാ പഠിക്കാത്തത് ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്നെ ഈ വർഷം തന്നെ സെമിനാരിയിൽ നിന്ന് പായക്കാക്കുന്നു. എന്റെ ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സെമിനാരിയിൽ നിൽക്കരുത്, പോണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സമ്മാനം പോലും എനിക്ക് കിട്ടുന്നില്ല. ഒരു മൈക്രോബർ പോലും സമ്മാനം കിട്ടുന്നില്ല. എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും കഴിവിന്റെ ഓട്ടത്തിനോ ചാട്ടത്തിനോ എന്തെങ്കിലുമൊക്കെ സമ്മാനമുണ്ട്. ഞാൻ അന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കഴിവ് തരണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് അങ്ങനെ അറിയത്തുള്ളായിരുന്നുള്ളൂ. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ബാത്റൂമിന്റെ പുറകിലും മാവിന്റെ പുറകിലും ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ അമ്മ സെമിനാരിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോയതും അതിനുശേഷം 5.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ വെള്ള ലോഹയിടുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 15 ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്റെ അമ്മയോട് പറയുവാണ്, അമ്മ എനിക്ക് ബാംഗ്ലൂർ തിയോളജി പഠിക്കാൻ പോകണം. അപ്പോൾ എന്റെ അമ്മ ചോദിച്ചു, എന്തിനാ ബാംഗ്ലൂർ പോണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ നിന്നോണ്ട് എനിക്ക് പഠിക്കണം. അപ്പോൾ എന്തിനാ ധ്യാന കേന്ദ്രത്തിൽ പോയി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ ധ്യാനിപ്പിക്കണമെന്ന് എനിക്ക് ദൈവവചനം പറയാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ദൈവവചനം ഇങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ എന്റെ കൂട്ടുകാർ ചോദിക്കും, എടാ നിനക്ക് വേറെ ഒന്നും വായിക്കാനില്ലേ, ബൈബിൾ മാത്രമേ നീ വായിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ എനിക്ക് ഈ ബൈബിൾ വായിക്കാനുള്ള ഭയങ്കര ഒരു ദാഹം എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. ഈ ബൈബിൾ വായിച്ച് എനിക്ക് ധ്യാനം നടത്താൻ, വചനം പറയാൻ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറയുവാണ്, എനിക്ക് ബാംഗ്ലൂർ പോകണം. അപ്പോൾ എന്റെ അമ്മ മറ്റൊരു വിവരം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സെമിനാരിയിൽ നിന്നെ കാണാൻ 5-5.5 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ നിന്നെ പഠിപ്പിച്ചിരുന്ന അച്ഛൻ നിനക്കൊരു കഴിവുമില്ല, പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ല, മുന്നോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അമ്മയുടെ മനസ്സ് പോയി. അന്നു മുതൽ എനിക്ക് വേണ്ടി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു നേരം എടുത്ത് എന്റെ അമ്മ കൊന്ന ചൊല്ലി പ്രാർത്ഥിക്കുക. എന്റെ മൂത്ത മകന്, ഞാൻ എന്റെ വീട്ടിലെ മൂത്തയാളാ, മൂത്ത മകന് ദൈവമേ നീ അറിഞ്ഞൊരു കഴിവ് കൊടുക്കണമേ,
കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും പ്രാർത്ഥിച്ചു. അവൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അവനെ കുറിച്ച് അധ്യാപകർ പറഞ്ഞതും കഴിവില്ലെന്നാണ്. സെമിനാരി ചെന്നപ്പോ ഇതാ അച്ഛന്മാരും പറയുന്നു കഴിവില്ലെന്ന്. അവനൊരു കഴിവ് കൊടുക്കണമേ എന്ന്. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നേക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരായി ഇവിടെ ഇരിക്കുന്നതെന്ന്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ദൈവവചനം പറയുമ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന അച്ഛനും ഇവിടെ ഇരിക്കുന്ന വൈദികർക്കും ഇവിടെയുള്ളവർക്കൊക്കെ എന്നേക്കാൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും കഴിവുള്ളവരാണെന്ന്. എന്റെ പേരെഴുതിയിട്ട് അപ്പുറത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള യോഗ്യത എനിക്കുള്ളൂ. പേരെഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ്. അവിടെ MHD PhD PG ഡിഗ്രി ഡോക്ടറേറ്റ് ഒന്നും ഇടാനില്ല. അതിന്റെ പുറകുവശത്ത് ഇടാനില്ല, മുൻവശത്ത് ഇടാനൊന്നുമില്ല. എന്നേക്കാൾ നല്ല പഠിപ്പുള്ളവരും ഇംഗ്ലീഷ് ജ്ഞാനമുള്ളവരും ഉള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അൽത്താരയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം എന്ന് പറയുന്നത് അൽത്താര ബാലൻ പോലും ആകാത്ത എനിക്ക് എങ്ങനെയായി കഴിവ് കിട്ടുന്നത്? ആ കഴിവ് കിട്ടാനുള്ള ഒരു അടിസ്ഥാന യോഗ്യത എപ്പോഴൊക്കെയോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിക്കൂട്ടിയ ഈ പ്രാർത്ഥനയുടെ ബലമാണ് നിങ്ങളിപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു കഴിവായി നിങ്ങൾ കാണുന്നത്. എന്റെ കൂട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ച 19 പേരും എന്നേക്കാൾ കഴിവുള്ളവരായിരുന്നു. എന്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറയുമായിരുന്നു, എടാ നീ സെമിനാരിയിൽ നിന്ന് പോ, നിനക്ക് ഒരു കഴിവില്ല, നീ പോടാ, വേറെന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്ക്, നീ വേറെന്തെങ്കിലും വയറിങ്ങോ പ്ലംബിങ്ങോ പഠിക്ക്, നീ പോ. അന്നേരം എന്റെ ഉള്ളിന്റെ ആഗ്രഹം സെമിനാരിൽ നിൽക്കണം. ആഗ്രഹം ഉള്ളപ്പോൾ ഒരു കഴിവുമില്ലാത്ത എനിക്ക് എന്തെങ്കിലും ഒരു കഴിവിലേക്ക് എന്നെ ദൈവം എത്തിച്ചത് ആരുടെയും സ്വാധീനം കൊണ്ടല്ല, എന്റെ പുസ്തകം വായിച്ചുള്ള അറിവ് കൊണ്ടല്ല, ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യം പറയാം. എന്റെ ബന്ധുക്കൾ വരെ ഞാൻ വൈദികനായതിനു ശേഷം പോലും എന്റെ സ്വന്തക്കാരുടെ കല്യാണത്തിന് പോലും വിളിക്കത്തില്ലായിരുന്നു. കല്യാണത്തിന് വിളിക്കത്തില്ല. എന്റെ കുടുംബക്കാർ പോലും കല്യാണത്തിന് വിളിക്കുമ്പോൾ പരിചയക്കാരായ അച്ഛന്മാരെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കും, കുർബാന ചെല്ലിക്കും. കാരണം അവനറിയാം ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റ ഒരുത്തനാ സെമിനാരിൽ പോയി അച്ഛനായ. അവന് പ്രസംഗം പറയാനോ അറിയത്തില്ല, പാടാനോ അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ, ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും എനിക്ക് ഇത്രയെങ്കിലും ഒക്കെ കുർബാനയ്ക്ക് പാടാൻ കഴിയുന്നതും ഈ ശബ്ദം എനിക്ക് കിട്ടിയതും ഇപ്പോൾ മൈക്കിലൂടെ ദൈവവചനം പറയാൻ കഴിയുന്നതും എന്റെ കഴിവല്ല. എന്റെ കഴിവ് എനിക്ക് ദൈവം പ്രാർത്ഥനയിലൂടെ തന്ന, അതും ജപമാലയിലൂടെ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു കഴിവാണ്. നിങ്ങൾ കണ്ടതും കേട്ടതും അതിന് ഞാൻ പൂർണ്ണമായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പുസ്തകം വായിച്ച ഒരു അറിവല്ല പറഞ്ഞേ. ഈ പ്രാർത്ഥന ഏതു വ്യക്തിയെയും കഴിവുള്ളവനാക്കും, കഴിവുള്ളവളാക്കും. ഈ പ്രാർത്ഥന മുടങ്ങരുത്. ഈ പ്രാർത്ഥന അറിയാവുന്നതുപോലെ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ മതി. ഇതെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ജപമാലയും പെറുക്കി ഇങ്ങനെ ചെല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ചെല്ലാറില്ല. എല്ലാവരെയും കാണിക്കും. ഞാനൊരു ഭക്തനായിട്ട് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ട് ചെയ്യരുതെന്നല്ല. പ്രിയപ്പെട്ട, ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധാമ്മേ ഒരു 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലി ഞാൻ കാഴ്ചവെക്കും. ആ പ്രാർത്ഥന, ഈ ജപമാല പ്രാർത്ഥന എന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റിയത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ വൈദികനായതിനു ശേഷം എന്റെ കൂടെയുള്ള ഒരു അച്ഛൻ പറഞ്ഞു, ഒരു പള്ളിയിൽ ഞാൻ ധ്യാനം എടുത്തിട്ടുണ്ട്, വരണമെന്ന്. ഞാൻ ആദ്യം എടുത്ത വായിലെ പറഞ്ഞു, ആ വരാ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് അറിഞ്ഞ് എന്നെ കണക്ക് പഠിപ്പിച്ച ടീച്ചർ ആ ഇടവകയില. ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ വരാന്ന് പറഞ്ഞല്ലോ, ഞാൻ വരികയല്ല. ഞാൻ പറഞ്ഞു വരികയല്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നെ കണക്ക് പഠിച്ച ടീച്ചറായ ഇടവകയിലാണ് അച്ഛൻ, ഞാൻ വരാൻ ശരിയാവത്തില്ല. എനിക്ക് ആ ടീച്ചറുടെ മുഖത്ത് നോക്കും, എനിക്ക് പ്രസംഗം ശരിയാവത്തില്ല. ആ ടീച്ചറാണെങ്കിൽ അടിയോടടി, അതിനിപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും അച്ഛൻ. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു, നീ വന്നാ മതി, പ്രസംഗം ഒന്നും വരണം, നീ കുർബാന ചൊല്ലി തന്നാ മതി എന്ന് പറഞ്ഞു. 1 4 ദിവസത്തെ ധ്യാനം, കുർബാന. കുർബാന ചെല്ലുമ്പോൾ കണ്ണടച്ചോണ്ട് ചെല്ലിയാ പോരെ, ടീച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ. കുർബാന ചെല്ലാൻ ഒരു ദിവസം കുർബാന ചൊല്ലി ഞാൻ അങ്ങനെ അത് മാത്രം ചെയ്തു. 2ാമത്തെ ദിവസം അച്ഛൻ കുർബാന ചൊല്ലി, ഞാൻ സൈഡിൽ നിന്ന് അച്ഛൻ ആ കുർബാന കുപ്പായിട്ട് കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ എന്റെ കയ്യെ പിടിച്ച് പറയാം, ഒരു അരമണിക്കൂർ അങ്ങ് പ്രസംഗിച്ചോളാൻ. ഞാൻ അച്ഛന്റെ പുറകെ പോയി ചോദിച്ചു, അച്ഛൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഞാൻ എന്നാ പറയണ്ടേ, ഒന്ന് പറ, എനിക്ക് അർജന്റ് ആയിട്ടുണ്ട്. എന്നെ നിർബന്ധിച്ച് അച്ഛൻ അൾത്താരെ കയറ്റി ഒരു വാക്ക് എനിക്ക് പറയാൻ ഒരു കടലാസ് കഷ്ണം പോലും എന്റെ അടുത്തില്ല. ഞാൻ ആദ്യം നോക്കിയത് സ്ത്രീകളുടെ വശത്തേക്ക്, കണക്ക് പഠിച്ച ടീച്ചർ എവിടെ. ഒറ്റ നോട്ടത്തിൽ ആ ടീച്ചറുടെ മുഖമില്ല. എനിക്കൊരു ആശ്വാസമായി. ഞാൻ 10-20 മിനിറ്റ് വചനമൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അച്ഛനോടനെ അടുത്ത് പാട്ട് പഠിപ്പിച്ച് കയറി ഞാൻ ഇറങ്ങി. പള്ളിമുറിയിൽ വികാരിച്ചിനോട്ട് വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട്
കണക്ക് പഠിപ്പിച്ച ടീച്ചർ ആൾക്കാരുടെ ഇടയിൽ കൂടെ വേഗം എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പെട്ടെന്ന് കൈ പുറകെ കെട്ടി. ഇന്നാൾ അടിയോടടിയായിരുന്നു. ഇനിയും പിടിച്ച് അടിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ കൈ പുറകെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആ ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ പ്രസംഗമൊക്കെ കേട്ടു എന്നുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ 2 കൈയും പിടിച്ച് പേടിച്ച് ഞാൻ പുറകെ കെട്ടിയിരിക്കുക 2 കൈയും. ടീച്ചർ ഇതിങ്ങനെ ബലമായി പിടിച്ച് ടീച്ചർ അത് ഏകദേശം ഈ പൊസിഷനിൽ ടീച്ചറുടെ മുഖത്തേക്ക് കൊണ്ടുവച്ചു. എന്തായാലും ഇങ്ങനെ കൊണ്ടേ വെച്ച് കുറച്ചു നേരം ബലമായി പിടിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ ഈ ടീച്ചർ എന്തിനാ എന്നെ അടിച്ച കയ്യിൽ ടീച്ചർ എന്തിനാ ഉമ്മ വച്ചത്? ഞാൻ ടീച്ചർ കുറച്ച് കൈ എടുത്ത് ടീച്ചറിനോട് ചോദിച്ചു, എങ്ങനെയാ നീ ഇങ്ങനെ ആയെന്ന് എന്നോട് ചോദിച്ചു. ടീച്ചർക്കറിയാം, എന്നെ പൂർണ്ണമായിട്ടറിയാം. അങ്ങനെ ഞാൻ ആ ടീച്ചറോട് പറയാം, ടീച്ചറെ പ്രാർത്ഥിച്ച് ദൈവം തന്നൊരു അനുഗ്രഹം. ആ ടീച്ചർ എന്നോട് എന്നെ അത്ഭുതപ്പെടുത്തിയത്, എന്നെ അടിച്ച കയ്യിൽ ടീച്ചർ ഒരു ഉമ്മ തന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ നീ ഓർക്കുന്നുണ്ടോ ഇന്ന കുട്ടീനെ? ഞാൻ പേര് പറഞ്ഞപ്പോ ഓർത്തു. അന്ന് ടീച്ചർ ഈ കണക്ക് കുറിച്ച് ടീച്ചർ പറയുക, നിന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടിയെ നീ ഓർക്കുന്നുണ്ടോ? അവൻ ഏറ്റവും മിടുക്കനായിരുന്നു, നല്ല കൈയക്ഷരം ഉണ്ടായിരുന്നു. ഇന്ന കുട്ടിയുടെ നീ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അവനിപ്പോ എവിടെയാ ടീച്ചർ എന്ന് ചോദിച്ചു പറയാണ്, അവൻ ഒരു ജോലിയും കിട്ടിയില്ല, അവൻ വീട്ടിലെ റബ്ബർ വെട്ടി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും പുറകിൽ കിടന്ന എന്നെ ഇവിടെ എത്തിച്ചു. അന്ന് ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഒരാള് സാധാരണ പോലെ ഒരു കഴിവില്ലാത്തവനെ വീട്ടിൽ നിൽക്കുന്നു. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് മാർക്കല്ല, കഴിവല്ല, എഡ്യൂക്കേഷൻ അല്ല, ഉയർത്തുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്.